സൂചി കുത്താൻ പോലും ഇടമില്ല എന്ന് പറഞ്ഞതാ ഇതാണ് സംഗതി. ഇഷ്ടം പോലെ ഉണ്ട്, ഇഷ്ടം പോലെ പറഞ്ഞിട്ടുണ്ട്. മാർക്കറ്റിൽ ഒരു എൻഡിൽ മറ്റേ എൻഡിൽ എത്തൂല. ആയിരക്കണക്കിന് പശുക്കളുണ്ട് കേട്ടോ ഇതിനകത്ത്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് പശുക്കൾ വേണമെങ്കിലും എടുക്കാൻ ചേട്ടാ. HF വേണമെങ്കിൽ HF, ജെർസി വേണമെങ്കിൽ ജെർസി, എല്ലാ ടൈപ്പ് പശുക്കൾ എടുക്കാൻ ചേട്ടാ. നിങ്ങളുടെ റിക്വയർമെന്റ് മാത്രം പറഞ്ഞാൽ മതി നമ്മളെടുത്ത്. സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും കുറഞ്ഞ വിലയിൽ പശുക്കളെ വാങ്ങാവുന്ന ഏറ്റവും കൂടുതൽ പശുക്കൾ വരുന്ന മാർക്കറ്റ് നമ്മുടെ ഈറോഡ് മാർക്കറ്റിലാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ. അതായത് കേരളം, തമിഴ്നാട്, ആന്ധ്ര, തെലങ്കാന, മഹാരാഷ്ട്ര ഇങ്ങനെ ഏകദേശം 5-6 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളും അതായത് സെയിലിനായിട്ട് എത്തിയിരിക്കുന്ന പശുക്കളുമാണ് നമ്മുടെ മുമ്പിലുള്ളത്. സൂചി കുത്താൻ പോലും ഇടവില്ല. ആ നിലയ്ക്കാണ് ഈ ഒരു മാർക്കറ്റിൻ്റെ ഒരു നിൽപ്പെന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ എല്ലാ തരം ബ്രീഡ് വെറൈറ്റീസും നമുക്ക് മാക്സിമം കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും. നമുക്ക് ഏത് കാറ്റഗറിയിലുള്ള പശുക്കളുണ്ടോ അതെല്ലാം നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ വാങ്ങിക്കാൻ പറ്റും. അതും മാക്സിമം കുറഞ്ഞ വിലയ്ക്ക്. അതായത് ഒരു 30,000-35,000 രൂപ തുടക്കം മുതൽ നമുക്ക് പശുക്കളുണ്ട്. പിന്നെ ഒരുവിധം നല്ല പശുക്കൾക്ക് അതിൻ്റെതനുസരിച്ച് വില അനുസരിക്കും. അത് ബ്രീഡിനനുസരിച്ചിട്ടാണ്. പിന്നെ ഒരു കാര്യം ഞാനിവിടെ പർച്ചേസ് ചെയ്യാനായിട്ട് നിൽക്കുന്നതോട് എടുത്തു പറയുകയാണ്, നിങ്ങൾക്ക് പശുവിനെ കുറിച്ച് മാക്സിമം നന്നായിട്ട് അറിയാവുന്ന ഒരാളെ കൂടെ കൂട്ടാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇവിടെ ലോക്കൽ സപ്പോർട്ടിന് കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നമുക്ക് ഞാൻ ഒരാളെ പരിചയപ്പെടുന്നത് നമ്മുടെ മിഥുൻ ബ്രോയാണ്. മാക്സിമം കുറഞ്ഞ വിലയ്ക്ക് നല്ല അടിപൊളി പശുക്കളെ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നമുക്ക് ബാർഗെയിൻ ചെയ്ത് നമുക്ക് വില ഉറപ്പിച്ച് തരുന്ന ആളാണ്. ഇതിൻ്റെ ബാക്കി എല്ലാ കാര്യങ്ങളും പുള്ളിക്കാരനെ നോക്കി തരുന്നതാണ്. അപ്പം കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പുള്ളിയോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം. ചേട്ടാ ഇന്ന് മൊത്തം 18-19 പശു മേടിച്ചിട്ടുണ്ട് ചേട്ടാ. 10 എരുമ ഒരു 9 വയനാട് ആൾക്കാർക്ക് മൊത്തം എന്ത് റേഞ്ചിലുള്ള പശുക്കളാണ് എടുത്തത് നമ്മൾ? ചേട്ടാ അവർക്കുള്ള ഹൈയസ്റ്റ് 1 ലക്ഷത്തിന് മുകളിലാണ് ചേട്ടാ. 1 ലക്ഷത്തിന് അതായത് ഫാമിലേക്ക് എല്ലാമേ ഫാമിലി 20 ലിറ്ററിന് മുകളിലെ പശുക്കൾ എല്ലാമേ. ആ രീതിയിലുള്ള പശുക്കൾ എല്ലാമേ നമുക്ക് കാണാം. മൊത്തം 7 പശു, ഒരു 2 എരുമ. 2 എരുമ. ഈ കാണുന്നതാണ് അത്യാവശ്യം നമുക്കൊരു 20+ വരുന്ന രീതിയിലുള്ള പശുക്കളാണല്ലോ അല്ലേ? 20+ വരുന്ന പശുക്കളാണ് നമ്മൾ നോക്കിയെടുത്തത്. 22 കിട്ടുന്നുണ്ട്. ആ രീതിയിലുള്ള ഫാം തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര നാളായി? ഫാം തുടങ്ങിയിട്ടേ ഉള്ളൂ. സ്റ്റാർട്ടിങ്ങിലാണ്. ഫസ്റ്റ് ഈറോഡ് വന്നിട്ട് സാധനം സെലക്ട് ചെയ്ത് പോവാണ്. നമുക്ക് ഈ റോഡ് എങ്ങനെയുണ്ട് ശരിക്കും? ഈ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും ടോപ്പ് മാർക്കറ്റായിട്ട് നമുക്ക് ഇതിനെ കണക്കാക്കി എടുക്കാം. അത്രയ്ക്കും കളക്ഷൻ ഉണ്ട്, അത്രയ്ക്കും പിന്നെ എന്താ പറയാ ഇഷ്ടം പോലെ ഉണ്ട്. ഇഷ്ടം പോലെ പറഞ്ഞിട്ടുണ്ട്. മാർക്കറ്റിൽ ഒരു എൻഡിൽ നിന്ന് മറ്റേ എൻഡിൽ എത്തൂല, നോട്ടെത്തൂല. ആ നിലയ്ക്കുണ്ട്. നോക്കിയെടുക്കാൻ വേണേൽ ഒരുപാട് സമയം വെയിറ്റ് ചെയ്തിട്ട് ഇല്ലെങ്കിൽ വണ്ടി ഇറങ്ങുന്ന സമയത്ത് എടുക്കുന്നുണ്ട്. വന്ന മാടുകൾ ഇറങ്ങുമ്പോൾ തന്നെ എടുക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമായൊരു കളക്ഷൻ ഉണ്ട് ഇവിടെ. ഓക്കെ, അപ്പം അത് നോക്കി എടുക്കാന്നുള്ള ഇച്ചിരി സമയം എടുക്കുമല്ലോ? ഇച്ചിരി സമയം എടുക്കും. അപ്പൊ അതിന് നല്ല മാക്സിമം ശ്രദ്ധിച്ചെടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഇതാക്കുന്ന ഇയാളൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞാലോ കറക്റ്റ് മാടിനെ നമ്മൾ കയ്യിൽ എടുത്തു തരും. ഇത് ജെർസി ചേട്ടാ. പശു മൂന്നാം പ്രസവം. 2 നേരം കൂടി 20 ലിറ്റർ പാല് പ്രതീക്ഷിക്കാം. 20 ലിറ്റർ 18 ഗ്യാരണ്ടി ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. 20 ലിറ്റർ ഗ്യാരണ്ടി. അത്യാവശ്യം നല്ല കൊടുത്ത പാലായിരിക്കും. കുറഞ്ഞ പാല്, കൊടുത്ത പാല്, നല്ല പാല്. പിന്നെ ഇത് HF ക്രാസ് ബ്രീഡ്. ക്രോസ് പാല് 2 നേരം കൂടി 20 ലിറ്റർ. പശു പ്രസവിച്ചു. പശു ആൺകുട്ടിയാണ്. അത് 85,000 മേനിക്ക് എടുത്താ. ഈ പശു 85,000 മേനിക്ക്. അത്യാവശ്യം നല്ല മടിസെറ്റ് പ്രസവിക്കുന്ന ഇന്ന് ആളെ വൈകിട്ടുള്ള പ്രസവിച്ചൊരു പശു. പ്രസവിച്ചു 2 നേരം കൂടി 10, 12, 8 കിട്ടും ഗ്യാരണ്ടി ആയിട്ട്. 12 ചേട്ടാ. ഇത് നല്ല ബ്രീഡ് ചേട്ടാ. 2 നേരം കൂടി 25 ലിറ്റർ വരെ കിട്ടും ചേട്ടാ പശു. ഇന്ന് മടിയിറക്കം നോക്ക്. ഇനി എത്ര ദിവസം ഉണ്ട്? ഇന്ന് ഒരു 20 ദിവസം ഗ്യാരണ്ടി ആയിട്ട് പിടിക്കും ചേട്ടാ. ഉറപ്പായിട്ട് നോക്ക്. ഇന്ന് 20 ദിവസം ഉറപ്പായിട്ട് ഇറങ്ങും മടി. ആ രീതിക്കുള്ള പശുവാണോ? എല്ലാ കാമ്പ് കീമ്പ് എല്ലാം ചെക്ക് പണിയാണ് പശു എടുത്തത്. എന്ത് നരമ്പ് ഏത് തട്ടിയില്ല. അത്യാവശ്യം ഒരു 20 above കിട്ടത്തക്ക രീതിയിലുള്ള 85 എടുത്തിருக்கு 1 എടുത്തിருக்கு 15 എടുത്തു. അതെ. ഓക്കെ. അപ്പൊ ഒരു 20 മേലോട്ടുള്ള പശുക്കളാണല്ലേ? 20 മുകളിൽ കിട്ടുന്ന പശു. ഓക്കെ, അപ്പൊ സാറ്റിസ്ഫൈഡ് ആണ്? സാറ്റിസ്ഫൈഡ് ആണ്. നമ്മളിപ്പോ വണ്ടി കയറ്റാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. ശരിക്കും നമുക്ക് വണ്ടിയുടെ എങ്ങനെയാണ് ഭായ്? വണ്ടി കിലോമീറ്റർ 33ക്ക് വണ്ടി ഇருக்கு, 35ക്കും വണ്ടി ഇருக்கு. വണ്ടി പശു അനുസരിച്ചാണ് കേട്ടോ വണ്ടി. അത് നമുക്ക് എണ്ണ അനുസരിച്ച് വണ്ടി. ഓക്കെ. ഇതെല്ലാം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. എല്ലാം ക്ലിയർ ആയി കൊടുക്കും ചേട്ടാ. പിന്നെ നമുക്ക് ഡോക്ടർ സർട്ടിഫിക്കറ്റ് മറ്റു കാര്യങ്ങൾ അതെല്ലാമേ കറക്റ്റായിട്ട് മേടിച്ചു കൊടുത്ത് ചെക്ക് പോസ്റ്റ് CR സ്കീമിൽ വന്ന TR5 സർട്ടിഫിക്കറ്റ് എല്ലാം മേടിച്ചിരിക്കണം ചേട്ടാ. ഒന്നും നമുക്ക് സ്കീമാർക്ക് ഇപ്പോഴും വരുന്നുണ്ട്. ഈ ആഴ്ച വന്നിട്ടില്ല, കഴിഞ്ഞ ആഴ്ച വന്നായിരുന്നു. അപ്പൊ നമ്മുടെ മിഥുന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. മറ്റൊരു എപ്പിസോഡായിട്ട് വരും കാണുന്നത്.